ഏറ്റവും പുതിയ i20യുടെ കോക്പിറ്റിലുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു AC വിൻഡിൻ്റെ ഒരു പാറ്റേൺ, ഡിസൈൻ പാറ്റേൺ, ഈ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ ഒരേ ലെവലിൽ പോകുന്ന ഒരു ഡിസൈൻ പാറ്റേൺ. ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ മാരുതിയുടെ വാഹനത്തിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. മാരുതിയുടെ ഏർട്ടിഗ എന്ന വാഹനത്തിനകത്ത് ഈ ഒരു സെയിം പാറ്റേണാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്ലസ്റ്ററിൻ്റെ ഒരു ക്ലാരിറ്റിയും അതേപോലെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം വേറെ ലെവലിലേക്ക് ഒരു ക്ലാസ് ഫീൽ ലഭിക്കുന്ന രീതിയിലേക്ക് ഹ്യുണ്ടായിൻ്റെ i20 എന്ന വാഹനം മാറിയിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2023 മോഡൽ നിൽക്കുന്ന ഹ്യുണ്ടായിൻ്റെ i20യുടെ ഏറ്റവും പുതിയ വാഹനത്തിൻ്റെ വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മാഗ്ന ഓപ്ഷൻ എന്ന വേരിയൻറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഏറ്റവും പുതിയ വാഹനങ്ങൾ, ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ചെറിയ ഡിപ്രീസിയേഷനിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യേകത KL71 മലപ്പുറം നിലമ്പൂർ രജിസ്ട്രേഷനിൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ള വെറും 1 ഇയർ 1.5 ഇയർ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വാഹനം. 2023 ഈ ഒരു വാഹനത്തിൻ്റെ മാനുഫാക്ചറും അതേപോലെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളത്. 2023 6 മാസം ഓൾറെഡി ഇതിൻ്റെ വാഹനൻ്റെ ലോഗോ സ്റ്റിക്കർ ഇവിടെ വന്നിട്ടുണ്ട്. 3/6/2023 ഈ ഒരു വാഹനം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളത്. മാഗ്ന എന്ന പേരിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്നുണ്ട്. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70% എബോ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന വാഹനം. ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ അതിൻ്റെ ഏറ്റവും യൂണിക്നെസ്. ആ ടൈൽ ലൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരറ്റം മുതൽ ആ ഒരറ്റം വരെ ഒറ്റ പാറ്റേണിൽ പോകുന്ന രീതിയിൽ അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിട്ടുള്ളത്. താഴെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബമ്പറിനകത്തൊരു സ്കേർട്ടിങ് കാര്യങ്ങളെല്ലാം അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പഴയ എലൈറ്റ് i20 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വാഹനം ഒന്നും കൂടി ഒരു ചുരുങ്ങി ഒന്ന് ചെറുതായി ഒരു തോന്നൽ വരുന്നുണ്ട്. പക്ഷേ ആ ഡിസൈനും പാറ്റേണും കാര്യങ്ങളും എല്ലാം വന്നതോടെ ഒരു മൊത്തത്തിൽ ആ ഒരു ന്യൂ ജനറേഷൻ ഉള്ള തീമിലേക്ക് വന്നതോടുകൂടി വാഹനത്തിൻ്റെ അടിമുടി മൊത്തത്തിൽ മാറ്റങ്ങൾ വന്നതെന്നാണ് ഏറ്റവും വലിയ എലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു i20 എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഈ ടൈലറ്റിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഇന്നർ സൈഡായിട്ട് നൈസ് ആയിട്ടുണ്ട്. i20 എന്നുള്ള ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ സൈഡ് പ്രൊഫൈലിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ക്ലാസ് ഫീൽ ലഭിക്കുന്ന രീതിയിൽ ഒരു ഹാച്ച് ബാഗിൽ ഏറ്റവും നല്ലൊരു കിങ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇപ്പോൾ നിലവിൽ i20 പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം. ഓൾമോസ്റ്റ് ഒരു 13-15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനം കൂടിയാണിത്. ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. ഓൾമോസ്റ്റ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9 ലക്ഷത്തി സംതിങ് ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 7,10,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 6-6.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി ഒരു ചെറിയ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിന്ന് വാഹനം കൂടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അതിൻ്റെ വിശേഷം കൂടി ഇന്ന് കാണിക്കാണ്ട് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു വാഹനം 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുള്ള ടാറ്റ നെക്സോൺ എന്ന വാഹനം, അതും ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ 2019 മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ XM എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. KL31 മാവേലിക്കര രജിസ്ട്രേഷൻ എന്ന വാഹനമാണ്. AMT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണിത്. സേഫ്റ്റിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നിങ്ങളൊരു വാഹനം, ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്ന വാഹനമായിരിക്കും. ഈ ഒരു കുറ്റി ഉറപ്പുള്ള ടാറ്റയുടെ വാഹനം. ഇരുമ്പ് കരുത്താണെങ്കിൽ റബ്ബർ കുറച്ച് മോശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു, അഭിപ്രായപ്പെട്ടിരുന്നു. അതിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി കളറിലും കൂടി നിൽക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം. കഴിഞ്ഞ 1-2 ഈ ഒരാഴ്ചയിൽ ഒരുപാട് വെറൈറ്റി കളറിലുള്ള ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ബ്ലൂവും അതേപോലെ ഇപ്പോൾ ഇന്നൊരു വാഹനം വന്നിട്ടുണ്ട്, ഒരു സാൻഡ്രോ ഗ്രീനിലൊക്കെ ഒരു സാൻഡ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ ലേഡീസിന് പ്രിഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കളേഴ്സ് വാഹനങ്ങളുടെ കളക്ഷൻസ് ഞങ്ങൾ വെക്കലുണ്ട്. XM എന്ന വേരിയൻ്റാണ് അത്യാവശ്യം വേണ്ട ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും ആ ഒരു ഡിസൈനും പാറ്റേണും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യപ്പെട്ട ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാത്ത വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഇന്ത്യയിൽ ആണെങ്കിലും ബേസിക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന സ്പോർട്സ് മോഡ്, എക്കോ മോഡ്, സിറ്റി മോഡ് എന്നുള്ള 3 മോഡ്സിലും നമുക്ക് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സേഫ്റ്റി ഫീച്ചറായിട്ട് ഡുവൽ എയർ ബാഗും ABS ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനം നെറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം 6,10,000 രൂപക്ക്. 6.10 നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 5,75 വരെ ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ ഈ 2 വാഹനങ്ങളും ഞങ്ങൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ ഒരുപാട് വാഹനത്തിൻ്റെ കളക്ഷൻ ഞങ്ങൾ വെക്കലുണ്ട്. ഇനി ഒരു ചെറിയൊരു കിഡ് കിടക്കുന്നുണ്ട്. 2017 മോഡൽ നിൽക്കുന്ന ഒരു കിഡ് ഒരു 2,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു കിഡ് നമ്മുടെ അടുത്ത ദിവസം സ്റ്റോക്ക് കയറാൻ കിടക്കുന്നുണ്ട്. AMT ഗിയർ ബോക്സ് എന്ന വാഹനം, ചെറിയ ബഡ്ജറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക് വാഹനം ചോദിക്കുന്നവർക്ക് അതിനും പറ്റിയ വാഹന കളക്ഷൻസ് ഞങ്ങൾ വെക്കലുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.